പിന്നെ മോളെ, പലരും അച്ഛനോട് ചോദിക്കുന്നുണ്ട് നിന്റെ അടുത്ത കഥ എന്ന് വായിക്കാൻ പറ്റുമെന്ന്. കഴിഞ്ഞ ദിവസം അക്കാദമിയുടെ മുറ്റത്ത് വെച്ച് ആ നിരൂപക സുഖവും ചോദിച്ചു. കൃഷ്ണമാഷ? ആ, അയാള് തന്നെ. സുമിത്രയ്ക്ക് കഥ എഴുതാൻ എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതൊക്കെ ഈ അമ്മായിയമ്മ ശരിയാക്കി കൊടുക്കും. പക്ഷെ ഒന്നേ ഉള്ളൂ, കഥ എഴുതി പത്രത്തിന് അയക്കുന്നതിന് മുമ്പേ എനിക്കൊന്ന് വായിക്കാൻ തരണം. ഇല്ലെങ്കിൽ ഈ അമ്മ പിണങ്ങും. എന്റെ കണക്കൂട്ടൽ ഒട്ടും തെറ്റിയിട്ടില്ല. എന്റെ കുട്ടിയെ ഞാൻ വിവാഹം ചെയ്ത് അയച്ചത് ഏതോ ഒരു വീട്ടിലേക്കല്ല, അവളുടെ മനസ്സറിയുന്ന ഒരമ്മയുള്ള വീട്ടിലേക്ക് തന്നെയാണ്. അതെ, ഇങ്ങനെ വഴിയരികിലും ക്യാമ്പസിലൊക്കെ കാത്തിരിക്കുന്നത് തെറ്റിദ്ധാരണക്കിടയാക്കൂ. അല്ല, മുമ്പൊരിക്കൽ ഫോൺ ചെയ്തതിന് ആനി തന്നെ തെറ്റിദ്ധരിച്ചല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഒരുപോലെ ചിന്തിക്കുന്നവർ, ഒരേ ആശയത്തിന്റെ ഉടമകൾ, അവര് തമ്മില് ഒന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഗുഡ്. പെൺകുട്ടികളുടെ ഈ മനോഭാവമാണ് എനിക്ക് വേണ്ടത്. പെൺകുട്ടികൾക്ക് തന്റെ ഇടം ആവാം, പക്ഷെ സംശയരുത്. മിക്ക ഫാമിലി പ്രോബ്ലംസും തുടങ്ങുന്നത് സ്ത്രീയുടെ സംശയത്തിൽ നിന്നാ. അതായത് പുരുഷന് സംശയരോഗം ഇല്ലെന്ന് എന്നല്ല, പുരുഷൻ തക്കതായ കാരണമില്ലാതെ സ്ത്രീയെ സംശയിക്കാറില്ല. എന്നാൽ സ്ത്രീ അവളെന്നും സംശയത്തിനടിമയാ. ആദർശങ്ങൾ വിളമ്പി നടന്നിരുന്ന തന്നെ പോലും എല്ലാവരും സംശയിച്ചെന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ദേ, സത്യം പറയാമല്ലോ, ആർട്ടിഫിഷ്യൽ ലോകത്ത് ജീവിച്ച് മടുത്തു. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ തേടിയുള്ള യാത്രയിലായിരുന്നു ഞാൻ. അവസാനം തന്നെ ദൈവം എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് സമ്മതിച്ചല്ലോ, സന്തോഷമായി. അതെ, എന്തായി വിശാലിന്റെ സിനിമാ പരിപാടിയൊക്കെ? പറഞ്ഞ പോലെ തന്നെ എറണാകുളത്തിന് പോയി. രാജ് മലബാറിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഡയറക്ടർ അഭയും തിരക്കഥാകൃത്ത് ചന്ദ്രദാസും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് സെലക്ട് ചെയ്തു. വിശാലിനെ തന്നെ അല്ലേ? പിന്നെ വിശാലുള്ളപ്പോ മറ്റാരെങ്കിലും സെലക്ട് ചെയ്യൂ? ഷൂട്ടിംഗ് ഉടനെ തുടങ്ങും. നല്ല വേഷം ഉണ്ടാവും. ദൈവത്തിനറിയാം. ആണത്തമുള്ള ആണുങ്ങൾ സംസാരിക്കുമ്പോഴേ സംശയം അരുത് കുട്ടി. അതെ, ഒരു സംശയം എന്താ? ജീവിതത്തിൽ പ്രേമത്തോട് നമുക്ക് വിരക്തിയുണ്ട്, എന്നാൽ അത് സിനിമയിലായാലോ? മനസ്സിലായില്ല. അതായത് ജീവിതത്തിൽ പ്രേമവിദ്വേഷിയായ ഞാൻ സിനിമയിൽ ലവ് സീനിൽ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു? സിനിമയിലായാലും ജീവിതത്തിലായാലും എനിക്ക് താല്പര്യമില്ല. അത്തരം സിനിമകൾ ഞാൻ കാണാറുമില്ല. ആണോ? അമ്പടി ഭയങ്കരേ, നിന്റെ പ്രേമവിദ്വേഷം ഞാൻ ശരിയാക്കി തരാം. വിശാൽ, വിശാൽ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അതിരാവിലെ കാലുമ്മ കാര്യം കയറ്റിയിരുന്ന പത്രം വായിക്കുന്നു. ആരാമായി? നിന്റെ ഭാര്യ. ഓ, എന്നാ ഇതൊക്കെ ഒന്ന് തേച്ചു തരണം വല്ല ബോധമുണ്ടോ? തലേ കെട്ടി വെച്ചോടാ, അവസാനം അനുഭവിക്കുന്ന നീ തന്നെയായിരിക്കും. ഒരു കാര്യം ചെയ്യാമായി, അവളോടുള്ള ദേഷ്യത്തിന് അമ്മായി കാലുമേ കാലും കയറ്റി വെച്ച് പത്രം വായിക്ക്. അവൾ അത്രയ്ക്കായോ? അമ്മായിയെ കളിയാക്കി അവസാനം നീ താഴോട്ട് പോവല്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവിന് ഭാര്യ തേനും പാലായിരിക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ പിന്നെ കയ്പ് തുടങ്ങിക്കോളൂ. അമ്മായിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അവളെ ഞാൻ വഴക്ക് പറയണം, അത്രയല്ലേ വേണ്ടൂ? പക്ഷെ അതിനിതൊക്കെ കാരണം എന്തെങ്കിലും അവൾ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നൊന്നും പോരെ? ഭർത്താവിനെ ഭയമില്ലാത്ത ഭാര്യ കുടുംബം മുടിക്കും. അതെ അതെ, അത് അമ്മായിയുടെ അനുഭവം കൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാം. നേരെ ചൊവ്വേ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ മക്കളുടെ കൂടെ സുഖമായിട്ട് കഴിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താ അമ്മായിയുടെ പ്രശ്നം? ഞാനും ശ്യാമയും തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല, അതല്ലേ? എന്നാ കേട്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനേ പറ്റൂ. അയ്യോ, സ്നേഹിക്കുകയോ തലയിലെടുത്തു വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ അതിനെന്റെ പാടായി. നീ എന്താടി രാവിലെ എഴുന്നേറ്റ് പത്രവാരം നടത്തുക? ഇന്നലെ വാർത്ത കേൾക്കാത്തോണ്ട് തെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചോ ഇല്ലയോന്ന് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പത്രം വരാൻ കാത്തിരിക്കായിരുന്നു. എന്ത് തെണ്ടുൽക്കറോ? അതാരാ? അമ്മായിക്ക് അറിയില്ലേ? ഇവളുടെ വീടിന്റെ അടുത്തുള്ള മലക്കർ കച്ചവടക്കാരന്. ദേവേട്ടാ, ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാ. എങ്ങോട്ട്? ദേവേട്ടന്റെ സുഹൃത്തിന്റെ വീട് വരെ. പ്രസാദിന്റെ വീട്ടിലേക്കാ?
എന്താ ദേവേട്ടൻ വരുന്നോ? അയ്യോ ഇന്നെനിക്ക് സമയമില്ല. എന്നാ ഞാൻ പൊക്കോട്ടെ. ഉം. സുമിത്രയോട് കഥകൾ പറഞ്ഞിരിക്കാലോ. ഒരു പണിയില്ലെങ്കിലേ കണ്ടടം നിറങ്ങാതെ വീട്ടിനകത്തിരുന്ന് ചൂല് കെട്ടിക്കൂടെ? അതിന് ചൂല് വെക്കാൻ ഇടം വേണ്ടേ? എന്തു പറഞ്ഞാലും ഉടനെ മറുപടി ഉണ്ട്. അത് ഭാര്യയ്ക്കതെ ഭർത്താവിനതെ. നോക്കടാ, ഇവളെ പോലല്ലേ സുമിത്ര എന്ന് പറഞ്ഞ കൊച്ച്. അതെത്ര വരുന്നു ഇവിടെ? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അന്യ വീട്ടിൽ പോയി പരദൂഷണം പറയുന്നത് അത്ര നല്ല ശീലമല്ല. അമ്മായിക്ക് ആ ബോധം ഉണ്ടല്ലോ, നന്നായി. ആ എന്ത് ചെയ്യാൻ അമ്മായി? എന്ത് പറഞ്ഞിട്ട് ഏച്ചുന്നില്ലല്ലേ? ആണുങ്ങൾ ഇങ്ങനെ പെങ്കോന്തന്മാരായാലേ എങ്ങനെ ഏശാനാ? അപ്പൊ പെൺകൊന്തനാണെന്ന് സമ്മതിച്ചല്ലോ. അതാ പെണ്ണിന്റെ മിടുക്ക്. അയ്യേ. ഇനി ഈ ബുക്സ് എല്ലാം ഇതിനകത്ത് അടിച്ചു വെക്ക്. എന്നിട്ട് മോളുടെ എഴുത്തും വായനയൊക്കെ ഇതിനകത്ത് തന്നെ ആക്കിക്കോ. എന്താ സന്തോഷമായില്ലേ? ഇപ്പോഴാ മോളെ ഈ വീടിനൊരു ആത്മാവുണ്ടായത്. ഇനി സമയം പോകുന്നില്ല എന്നൊരു വിഷമവും വേണ്ട. ദേ ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വായിച്ചോളണം. സമയം കിട്ടുമ്പോ പ്രസാദേട്ടനും വായിക്കല്ലേ? സമയം കിട്ടിയിട്ട് വേണ്ടേ? ഇനി കിട്ടിയാലും അവൻ ഇതൊന്നും തൊട്ടു നോക്കുക പോലും ചെയ്യില്ല, അതുറപ്പാ. ആഹാ, ഇതൊരു അപൂർവ കാഴ്ചയാണല്ലോ. സാധാരണ അമ്മായിയമ്മയും മരുമോളും കൂടി സ്വർണ്ണാഭരണ ചർച്ച നടത്താറുണ്ട്. ഇവിടെ വിഷയം പുസ്തകമാണല്ലോ. അതാ ഈ അമ്മായിയമ്മയും ഈ മരുമോളും. വളരെ നല്ല കാര്യം. എല്ലാ അമ്മായിയമ്മമാരും മരുമക്കളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ സുമിത്രേ? എന്തായാലും ശങ്കർജി സാറിന് 100 നന്ദി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഓസിന് ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാമല്ലോ. പിന്നെന്താ, ഇപ്പൊ വല്ലതും വേണോ? ഏയ് ഇപ്പൊ വേണ്ട. ഇക്കാര്യം പറഞ്ഞ് ഇനിയും എനിക്കിവിടെ വരണമല്ലോ. ഞാൻ ചായ എടുക്കാം. അയ്യോ ഒന്നും വേണ്ട. ദേവേട്ടിന് ചായ കൊടുത്ത് ഒരു ചായ ഞാനും കുടിച്ചിട്ടാ ഈ വരവ്. ഇങ്ങോട്ട് പുറപ്പെടുമ്പോ ഒരാളുടെ വക വാണിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ആരുടെ? സാക്ഷാൽ ഗോഡ് മദറിന്റെ, അമ്മായി അമ്മയുടെ. ദേ കൊച്ചെ, കണ്ടടം നിരങ്ങുന്ന ശീലം നല്ലതല്ലാന്ന്. അത് ശരി. വലിയ ചിട്ടകളല്ലേ? എന്തോന്ന് ചിട്ട. എല്ലാം അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ആ പിന്നെ ഒന്നുണ്ട്, പരദൂഷണത്തിന്റെ അസുഖം ഉണ്ടെങ്കിലും ആളൊരു സാധുവാ. അല്ല, ഇവിടെ ആരും ഇല്ലേ? ദാ എത്തി. ഞാൻ പറഞ്ഞില്ലേ 100 ആയുസ്സ. വാ.